അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Construct three by three matrix whose elements are given by Aij equal to mod I plus j whole square. Mod I plus j whole square. അപ്പോൾ നമ്മളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ഓർഡറുള്ള മെട്രിക്സ് ആണ് ചോദിച്ച് അതിന്റെ ജനറൽ മെട്രിക്സ് നമ്മൾ എഴുതണം. എ 3x3 ജനറൽ മെട്രിക്സ് ഒരു പേര് കൊടുക്കുക എ. അപ്പൊ 3 റോയും 3 കോളും ആയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് എഴുതണം. A11 ജനറൽ മെട്രിക്സ് എഴുതണം. A12 A13 മതി, 3 കോളം മതി. A21 സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് റോയിൽ സെക്കൻഡ്, സെക്കൻഡ് റോയിൽ തേർഡ്. A31 A32 A33. ഇത് 3x3 ആണ്. അതായത് 3 റോയും 3 കോളവും ഉള്ള മെട്രിക്സ്. ഇനി ഇത് ഓരോ നമ്മൾ കാണണം. നമുക്ക് ജനറൽ ആയിട്ടുള്ള എലമെന്റ് തന്നിട്ടുണ്ട് Aij. ഈ 3x3 മെട്രിക്സിലെ ജനറൽ ആയിട്ടുള്ള എലമെന്റ് തന്നിട്ടുണ്ട് Aij. അതിന്റെ ഇക്വേഷൻ മോഡ് I plus j ഹോൾ സ്ക്വയർ ആണ്. ജനറൽ ആയിട്ടുള്ള എലമെന്റ് തന്നിട്ടുണ്ട് മോഡ് I plus j ഹോൾ സ്ക്വയർ. ഇത് അതിന് ഓരോന്ന് കാണാം. A11 ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എന്തായിരിക്കും? 1 plus 1 മോഡ് 2 ഹോൾ സ്ക്വയർ, അതായത് 4. A12 1 2 ആഡ് ചെയ്താൽ 3 സ്ക്വയർ, മോഡ് 3 തന്നെയാണ്, 3 സ്ക്വയറിനാണ്. A13 ഐന്റെ സ്ഥാനത്ത് 1ഉം ജെന്റെ സ്ഥാനത്ത് 3ഉം, 1 plus 3 4 സ്ക്വയർ 16. A21 3 സ്ക്വയറിനാണ്. A22 4 സ്ക്വയർ 16. A23 5 സ്ക്വയർ 25. A31 അല്ല, ഏതോന്ന് മിസ്സായല്ലോ. അല്ല ഉണ്ടല്ലേ, 6. A31 3 plus 1 4 സ്ക്വയർ 16. A32 3 plus 2 5 സ്ക്വയർ 25. A33 3 plus 3 6 സ്ക്വയർ 36. ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാ എലമെന്റും കിട്ടും. അപ്പൊ നമുക്ക് ഈ മെട്രിക്സ് എഴുതാം. A1 4 ടൈപ്പ് ഓഫ് മെട്രിക്സസ് ആണ് നമ്മൾ പറയാൻ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് മെട്രിക്സ് ആണെന്നുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് റോ മെട്രിക്സ്. ഒറ്റ റോ ഉള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ മെട്രിക്സ്. അതായത് ഒരു റോ. ഫോർ എക്സാമ്പിൾ A equal to 1 4 8. ഇത് എന്താണ്? ഓർഡർ എന്താണ്? 1/3. ഒരു റോയും 3 കോളവും, ഒരു റോയും 3 ഒറ്റ റോ ഉണ്ടാവും. അതിനാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് M/n ആണ്. അപ്പൊ റോ മെട്രിക്സ് ആകുമ്പോൾ കോൾ എത്ര ആയിക്കോട്ടെ, പക്ഷെ റോ ഒന്നേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമുക്ക് 1/n എന്ന് പറയും. ജനറലായി 1/n. 1 ഇത് 1 വരാൻ പറ്റില്ല, റോ 1 വരാൻ പറ്റില്ല, മറ്റേ കോൾ എത്ര വേണമെങ്കിലും വരാം. അതാണ് റോ മെട്രിക്സ്. അടുത്തത് കോളം മെട്രിക്സ്.
റോ. ഇത് ഒറ്റ കോള വരാൻ പറ്റില്ല. ഇത് ഓൺലി വൺ റോ. ഇത് ഓൺലി വൺ കോളം. ഒറ്റ കോളേ വരാൻ പറ്റുള്ളൂ. അതിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 2 3 5 1 2 3 5 ഇതിലൊരു ഒറ്റ കോളാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 2 3 4 റോ, അതേപോലെ ഒറ്റ കോൾ. റോ എത്രയായിക്കോട്ടെ ഒറ്റ കോളേ വരാൻ പറ്റും. അപ്പോൾ ജനറൽ ആയിട്ട് ഒരു മെട്രിക്സിന് m/n എന്നാണ് ഓർഡർ എടുക്കല് ജനറലായിട്ട്. അപ്പോൾ ഇതിൽ എത്ര കോള വരാൻ പറ്റുള്ളൂ? ഒരു കോള ഇതിൽ വരാൻ പറ്റും. അപ്പോൾ ജനറൽ ആയിട്ട് വേണമെങ്കിൽ m/1 എന്ന് പറയും. ഒറ്റ കോള വരാൻ പറ്റും. ഇനി അടുത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്താണെന്നാണ് പറയുന്നത്. അതായത് റോന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. ഇപ്പൊ m/n ആണ് ജനറൽ ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ. ഇവിടെ m-ഉം n-ഉം ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ m/n പകരം n/n എന്ന് പറയും. കാരണം പിന്നെ കോളവും അതുപോലെ റോയും സെയിം ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് m/m എന്ന് പറയാം. m/n ഈക്വൽ ആണെങ്കിൽ ഈ ജനറൽ ആയിട്ടുള്ളതിന് m/m എന്നോ അല്ലെങ്കിൽ n/n എന്നോ പറയാം. രണ്ടും സെയിം ആണ്. സാധാരണ m/n എന്നാണ് പറയാറ്. അപ്പൊ റോയും കോളവും ഈക്വൽ ആവണം. അതിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഇതിന് ഇങ്ങനെയും പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ n/n അങ്ങനെ പറയുള്ളൂ. അപ്പൊ അത്ര പറഞ്ഞാൽ അതിന്റെ മീനിങ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് n/n ഓർഡർ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ആണെന്നാണ്. n/n ഓർഡർ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ 1 2 3 4. ഇതിന്റെ ഓർഡർ എത്രയാണ്? 2 റോയും 2 കോളും 2/2. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ കോളം സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. ഇനി അടുത്തത് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ഒരു മെട്രിക്സിന് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിനാണ് ഡയഗണൽ മെട്രിക്സ് നമ്മൾ പറയുന്നത്. സ്ക്വയർ മെട്രിക്സ്. A square matrix is said to be ഒരു സ്ക്വയർ മെട്രിക്സ് എന്നാണ് ഡയഗണൽ മെട്രിക്സ് ഉണ്ടാവുക. A square matrix is said to be diagonal matrix if its non-diagonal elements are 0. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ് അല്ലാത്തതെല്ലാം 0 ആവും. അപ്പോൾ ഡൗട്ട് വരും, ഏത് ഡയഗണൽ എലമെന്റ്? ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 എന്നുള്ള ഒരു സ്ക്വയർ 3/3 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇത് എപ്പോഴാണ് ഡയഗണൽ മെട്രിക്സ് ആണ്? ശ്രദ്ധിക്കും. അതായത്
അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ സാറേ ഇങ്ങനെ ഒരു ഡയഗണൽ ഏതെടുക്കുന്നത്? ഈ ഡയഗണലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകമാണെങ്കിൽ ഇതിനൊരു വിളിക്കും ചെയ്യാം പ്രിൻസിപ്പൽ ഡയഗണൽ. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് വിളിക്കാം. കാരണം ഈ ഒരു ഡയഗണൽ ഉണ്ട്, ഈ ഒരു ഡയഗണൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മെട്രിക്സ് പറയുന്ന ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലാണ്, അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എന്നാണ് വിളിക്കുക. ഈ ഡയഗണൽ അപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പൾ ഒന്നും ഉണ്ടാവില്ല NCERT-യിലൊന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡയഗണൽ എന്ന് കണ്ട ഈ ഡയഗണലാണെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് ഡയഗണൽ മെട്രിക്സ് ആവുക? ഡയഗണൽ എലമെന്റ് എല്ലാത്തതൊക്കെ 0 ആവണം. അപ്പോൾ ഈ ഡയഗണൽ അല്ലാത്ത എലമെന്റ് മൊത്തം എന്താവണം? 0 ആവണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ എലമെന്റ് എല്ലാത്തതൊക്കെ 0 വരികയാണെങ്കിൽ അതിനെ ഡയഗണൽ മെട്രിക്സ്. ഇനി അടുത്തത് സ്കെയിലർ മെട്രിക്സ്. നമുക്ക് സ്ക്വയർ മെട്രിക്സ് സ്കെയിലർ മെട്രിക്സിലേക്ക് പറയാം, ഡയഗണൽ മെട്രിക്സ് സ്കെയിലർ മെട്രിക്സിലേക്ക് പറയാം. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ഇനി ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് സ്ക്വയർ നോക്കുക. A diagonal matrix is said to be a diagonal matrix is said to be a diagonal matrix is said to be scalar matrix if its diagonal elements are same. If its diagonal elements are same. അതായത് ഈ ഒരു ഡയഗണൽ മെട്രിക്സ്, ഈ ഒരു എക്സാമ്പിൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇത് എപ്പോഴാണ് സ്കെയിലർ മെട്രിക്സ് ആവുക? ഈ ഡയഗണൽ മെട്രിക്സ് സ്കെയിലർ മെട്രിക്സ് ആവണമെങ്കിൽ ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആവും, സെയിം വേണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നോക്കൂ. ഇപ്പോ ഒരു 3x3 മെട്രിക്സ് ആണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഴുതി കാണിച്ചാൽ ആദ്യം തന്നെ എഴുതി കാണിച്ചാൽ 1 0 0 0 2 5 0 2 0 0 0 7. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണോ? ആണ്. ഞാൻ ഇതിന് പറയാൻ പോവാണ്. ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു ഡയഗണൽ മെട്രിക്സിന് എങ്ങനെയാണ് സ്കെയിലാർ വരുന്നത് എന്നുള്ളത് പറയാൻ പോവാണ്. ഓക്കെ, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ് എല്ലാത്തൊക്കെ 0 ആണ്. ഇതെപ്പോഴാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം? ഈ ഡയഗണൽ എലമെന്റ് ഒക്കെ സെയിം നമ്പർ വരികയാണെങ്കിൽ, 2 2 2 ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം വരികയാണെങ്കിൽ അതിന്റെ സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് പറയാൻ വളരെ ഈസിയാണ്. ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആവണമെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോ ഒരു സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് സ്കെയിലാർ മെട്രിക്സ് ആവുക? സ്ക്വയർ മെട്രിക്സിലെ നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആവണം, അതേപോലെ ഡയഗണൽ എലമെന്റ്സ് സെയിം ആവും വേണം. അപ്പൊ എന്താണ് മനസ്സിലായത്? ഒരു സ്ക്വയർ മെട്രിക്സിൽ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആയെന്ന് പറഞ്ഞാൽ അവിടെ ഡയഗണൽ മെട്രിക്സ് ആയി. പിന്നെ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് സെയിം ആവാന്ന് പറഞ്ഞാൽ അവിടെ സ്കെയിലാർ മെട്രിക്സ് ആയിരിക്കും. മനസ്സിലായി? ഇനി അടുത്ത ഐഡന്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് or unit matrix. ഇതിനെ ഡിനോട്ട് എന്ന് പറയും. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്കെയിലാർ മെട്രിക്സ് അല്ലെ ഡയഗണൽ മെട്രിക്സ് അല്ലെ സ്ക്വയർ മെട്രിക്സ് എന്നൊക്കെ നമുക്ക് ഐഡന്റിറ്റി. ഈ സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് ആവുക, ഈ സ്ക്വയർ മെട്രിക്സ് ആണ് സ്കെയിലാർ മെട്രിക്സ് ആവുക. ഇനി ഐഡന്റിറ്റി മെട്രിക്സും വരില്ലേ, സ്ക്വയർ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് വരും. അപ്പോ a diagonal matrix is said to be
identity matrix. A diagonal matrix is said to be identity matrix if its diagonal elements are 1. ഈ ഡയഗണൽ എലമെന്റ്സ് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്, ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ് അല്ലാത്തതൊക്കെ 0 ആണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ എലമെന്റ് ഒക്കെ സെയിം ആവുകയാണെങ്കിലോ ഡയഗണൽ എലമെന്റ് ഒക്കെ സെയിമും ബാക്കിയൊക്കെ 0 വരികയാണെങ്കിൽ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയും. ഇതൊരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് അല്ലാത്തൊക്കെ 0 ആയാൽ മതി. അപ്പൊ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് അല്ലാത്തതൊക്കെ 0 ആണ്, ഡയഗണൽ എലമെന്റ്സ് സെയിം ആവുകയാണെങ്കിൽ സ്കെയിലാർ മെട്രിക്സ് പറയും. അപ്പൊ ഇത് രണ്ടും പറയും, ഡയഗണൽ മെട്രിക്സും പറയും, സ്കെയിലാർ മെട്രിക്സ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയാണ്. ഓക്കെ, വൃത്തിക്ക് വരാം. ഇനി എക്സാമ്പിൾ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആണ്. 1 0 0 0 1 0 0 0 1. ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആവുകയാണെങ്കിൽ അതിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് അവിടെ തുടങ്ങാം, ഒരു മെട്രിക്സ് അവിടെ തുടങ്ങാം. ഒരു മെട്രിക്സ് എപ്പോഴാണ് സ്ക്വയർ മെട്രിക്സ് ആവുക? നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയ അത് സ്ക്വയർ മെട്രിക്സ്. അതെപ്പോഴാണ് ഡയഗണൽ? ആ സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവുക? ഒരു സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് ഡയഗണൽ മെട്രിക്സ് ആവുക? ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് അല്ലാത്തതൊക്കെ 0 ആവുമ്പോൾ ഡയഗണൽ മെട്രിക്സ്. ഇനി ആ ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ് സ്കെയിലാർ മെട്രിക്സ് ആണെന്ന് പറയാം. ആ ഡയഗണൽ എലമെന്റ്സ് സെയിം ആണ് സ്കെയിലാർ. ആ ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ് നമുക്ക് യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയാം. ആ ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ഒക്കെ 1 ആണ് യൂണിറ്റ് മെട്രിക്സ്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഇതിൽ നമുക്ക് കണ്ടു തുടങ്ങാം. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ഇത് സ്കെയിലാറുമാണ്. എന്തുകൊണ്ട്? ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആണ്, ബാക്കിയൊക്കെ 0 ആണ്. ഡയഗണൽ മെട്രിക്സ് ആണ്, ഡയഗണൽ എലമെന്റ് അല്ലാത്തതൊക്കെ 0 ആണ്. സ്ക്വയർ മെട്രിക്സ് ആണ്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം. കാര്യം മനസ്സിലായി. ഇനി ഐഡന്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യൽ I എന്നാണ്. ഇതിനെ ഡിനോട്ട് ചെയ്യും I എന്നാണ്. അപ്പൊ I എന്ന് ചോദിച്ചാൽ ഏത് ഓർഡറാണ് എഴുതേണ്ടത് എന്നാണ്. അത് ക്വസ്റ്റ്യനിൽ പറയും ഏത് ഓർഡറാണ് എഴുതേണ്ടത്. അപ്പൊ പ്രത്യേക ഓർഡർ വെച്ച് പറയുന്നതിന് നമ്മൾ വേറെ ഡിനോട്ട് ചെയ്യേണ്ടത് I1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ, പിന്നെ ഫസ്റ്റ് 1 റോയും 1 കോളമുള്ള മെട്രിക്സ്. കാരണം സ്ക്വയർ മെട്രിക്സിന് ഞാൻ പറഞ്ഞു ചിലപ്പോൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ n/n ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. n/n സ്ക്വയർ മെട്രിക്സ് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ I1 എന്ന് പറഞ്ഞാൽ ഒരു റോയും ഒരു കോളമുള്ള മെട്രിക്സ്. അപ്പൊ ഈ I1 എന്ന ഐഡന്റിറ്റി മെട്രിക്സ് I1 എന്ന് പറയുന്നത് മെട്രിക്സ് 1 എന്നാണ്. I2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 2/2 2 റോയും 2 കോളവും ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ്. അതിന് നിങ്ങൾക്ക് ചെയ്താൽ ഐഡന്റിറ്റി ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് 1 ആവണം, ബാക്കിയുള്ളത് 0 ആവണം. 2 റോയും 2 കോളും. I3 എന്ന് പറഞ്ഞാലോ 3 റോയും 3 കോളുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് ഡയഗണൽ എലമെന്റ്സ് 1 ആവണം, ബാക്കിയൊക്കെ 0 ആണ്. 3/3. അപ്പൊ ഈ ഐഡന്റിറ്റി മെട്രിക്സ് സ്ക്വയർ മെട്രിക്സിന്റെ സബ്ബാണ് ഡയഗണൽ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, അതേപോലെ സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ I1 എന്ന് പറഞ്ഞാൽ 1 ആണ്, I2 എന്ന് പറഞ്ഞാൽ 1 0 0 1 ആണ്, I3 എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 ആണ്. ഐഡന്റിറ്റി മെട്രിക്സിന് ഡിനോട്ട് ചെയ്ത് I എന്നാണ്. അപ്പൊ I1 എന്നാണ് ചെയ്ത, I2 എന്നാണ് ചെയ്തത്, I എന്ന് പറഞ്ഞാൽ ഏതാ ചെയ്ത. അപ്പൊ അതിന്റെ ഓർഡർ എന്താണെന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എല്ലാ ഒരു മെട്രിക്സിലെ ഏതൊരു മെട്രിക്സിന്റെയും ഓൾ എലമെന്റ് 0 ആണെങ്കിൽ
എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ പറയും സീറോ മെട്രിക്സ്. ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ്. സീറോ മോഡലാണ് ഡിനോട്ട് സീറോ ആയിട്ടാണ്. ഇത് ഓ എന്നാണ് നമ്മൾ സീറോ എന്ന് കൺസിഡർ ചെയ്തത്. സീറോ മെട്രിക്സ്. അപ്പോൾ ഓൾ എലമെന്റ്സ് ആണ് സീറോ. ഒരു എക്സാമ്പിൾ നോക്കാം. 0 0 0 0 ഇത് സീറോ മെട്രിക്സ് ആണ്. ഈ സീറോ മെട്രിക്സിന് വേറൊരു പേര് വിളിക്കും നൾ മെട്രിക്സ്. അടുത്ത എക്സാമ്പിൾ എല്ലാ എലമെന്റും സീറോ ആയി. ഇപ്പൊ 0 0 0 0 0 0 സ്ക്വയർ ആവുന്നില്ല. ഏത് എല്ലാ എലമെന്റും സീറോ ആണെങ്കിൽ അതിന് സീറോ. ഓക്കെ, മനസ്സിലായി. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ മെട്രിക്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. റെക്ടാങ്കുലർ അപ്പൊ എത്ര റോയും എത്ര കോളവും ഇതെന്ന് പറയാൻ മെട്രിക്സ് ആണ്. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊണ്ട് ചെയ്യുക. അപ്പൊ പല ടൈപ്പ് മെട്രിക്സും പഠിച്ചു. ഓക്കെ, ഇനി ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പഠിക്കുക. കുറച്ച് എക്സാമ്പിളൊക്കെ തരാം. അടുത്ത് പഠിക്കാൻ പോകുന്നത് equality of matrix. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുക? രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുക? അതിനെ കുറിച്ചാണ് പറയാൻ. ശ്രദ്ധിക്കും, ഒരു രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. ടു മെട്രിക്സ് എയും ബിയും, രണ്ട് മെട്രിക്സ് ഉണ്ട് എയും ബിയും. ഇത് രണ്ട് ഈക്വൽ ആണ്. ടു മെട്രിക്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ. രണ്ട് മെട്രിക്സ് ഉണ്ട് എയും വേറെ മെട്രിക്സ് ബിയും. ഇത് രണ്ട് ഈക്വൽ ആവണമെങ്കിൽ രണ്ട് മെട്രിക്സിന് ഓർഡർ സെയിം ആവണം. സെയിം ഓർഡർ ആവണം. എയും ബിയും രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ സെയിം ഓർഡർ വരണം. രണ്ട് മെട്രിക്സ് സെയിം ഓർഡർ വരണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവണം. corresponding elements are equal. Corresponding elements equal ആവുന്നതാണ്. അതായത് വ്യക്തമാണ്. എ എന്നുള്ള മെട്രിക്സ് നോക്ക് 1 3 4 5 2 6 ഈ ഒരു മെട്രിക്സും ബി എന്നുള്ള വേറെ മെട്രിക്സ് എഴുതി എ 3 2 4 5 6 നോക്ക്. ഇവിടെ രണ്ട് മെട്രിക്സ്. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈക്വൽ ആയാൽ നമ്മൾ എന്താണ് എടുക്കുക? ഈക്വൽ ആവാനുള്ള കണ്ടീഷനും ഈ ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആവണമെങ്കിൽ ഇതിന്റെ ഓർഡറും ഇതിന്റെ ഓർഡറും സെയിം ആവണം. നോക്ക്, ഇപ്പൊ ഞാനിപ്പോ ഇത് പോട്ടെ, ഇനി ഇത് എക്ക് പകരം ഞാൻ 1 തന്നെ വെച്ചിട്ട് ചെയ്ത ഇത് സെയിം ആക്കിയിട്ട് പറഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഇതിന്റെ ഓർഡറും സെയിം ആവും. ഇതിന്റെ ഓർഡർ എത്രയാണ്? 2/3. ഇതിന്റെ ഓർഡർ 2/3. രണ്ട് ഓർഡർ സെയിം പോരാ, അത് മാത്രം പോരാ. ഇനി കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. ഫസ്റ്റ് പിന്നെ ഇത് ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വേണം. സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വേണം. അപ്പൊ ഇതിലെ ഫസ്റ്റ് എലമെന്റ് ഇതിലെ ഫസ്റ്റ് എലമെന്റ് സെയിം, സെക്കൻഡ് സെയിം, തേർഡ് സെയിം, ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെയിം. അപ്പൊ എവിടെയാണ് പിന്നെ കറസ്പോണ്ട്? ഇപ്പൊ ഫസ്റ്റ് റോയില് തേർഡ് കോളത്തിൽ എലമെന്റ് ഇവിടെ 2 ആണ്. ഇവിടെ ഫസ്റ്റ് റോയില് തേർഡ് കോളത്തിൽ എലമെന്റ് 2 ആണ്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് ഈക്വൽ ആവുമ്പോൾ അതേപോലെ സെയിം ഓർഡർ. കറസ്പോണ്ടിങ് എലമെന്റ് കിട്ടണമെങ്കിൽ സെയിം ഓർഡർ വരണമല്ലോ. ഓക്കെ, സെയിം ഓർഡർ വരുമാണോ? അതേപോലെ കറസ്പോണ്ടിങ് എലമെന്റ് ഈക്വൽ ആവണം. ഇനി എങ്ങനെ ഈക്വൽ ആണെന്ന് തരും? ഈക്വൽ ആണെന്ന് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെന്റ് ഈക്വറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോ തന്നു 1 2 if 1 2 3 4 equal to a b c d. Find the value of a b c. If 1 2 3 4 equal to a b c d.
ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എ ബി സി എന്ന്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. മനസ്സിലായി വരുന്നുണ്ട്. ഇതൊക്കെ തിയറിറ്റിക്കൽ പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയ ഉള്ളൂ. നമുക്ക് കുറെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി ഇനി കുറെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ 1 ഈക്വൽ ടു എ, എന്റെ വാല്യൂ 1 ആണ്. കറസ്പോണ്ടിങ് ഇതാ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്, ഇത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ബി ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ആണ് തന്ന കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ആണ് തരികയാണെങ്കിൽ സെയിം ഓർഡർ ഉള്ളത് ഈക്വൽ എന്ന് തരുള്ളൂ. അങ്ങനെ ഈക്വൽ ആണ് തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി നിങ്ങളോട് അങ്ങനെ ചോദിക്കാം, രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ എന്തൊക്കെ ആവണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആവേണ്ടി വരും. അതേപോലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്താവണം, ഈക്വൽ ആവേണ്ടി വരും എന്ന് പറയും. ഇനിയിപ്പോ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് തന്നാലോ കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡൗട്ട് ക്ലിയർ സെക്ഷനിൽ ചെയ്യുക. ചോദിച്ച് പഠിക്കുക.